കരയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. നാം ഏറ്റവുമധികം സ്നേഹിക്കുന്നവർക്കാണ് പലപ്പോഴും നമ്മെ ഏറ്റവും നന്നായി ചതിക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമാണ്. ഇങ്ങോട്ടില്ലാത്തത് അങ്ങോട്ട് നൽകുന്തോറും അത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിലതൊക്കെ മനസ്സിലാക്കി നമ്മൾ മാറണം. ബന്ധങ്ങൾ എപ്പോഴും തണലാകണം. പകരം പൊള്ളുന്ന ചൂടാണ് തരുന്നതെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ഉചിതം. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു തുടങ്ങുന്നത്. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നമ്മൾ തകർന്നു പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പോലും ആത്മവിശ്വാസം കൈവിടരുത്. കഴിഞ്ഞതൊക്കെ ഒരു അത്ഭുതമായി തോന്നുന്ന വിധത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഏതൊരു കാര്യവും വിജയത്തിൽ എത്തുന്നതിന് മുൻപ് നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായുണ്ട്. സഹിഷ്ണുതയുള്ളവർ മാത്രം ഇന്നല്ലെങ്കിൽ നാളെ വിജയം ആസ്വദിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിൽ മായാതെ സൂക്ഷിക്കണം. ആഗ്രഹങ്ങളാണ് നമ്മളെ പലപ്പോഴും നേട്ടങ്ങളിൽ എത്തിക്കുന്നത്. മലയോളം ആഗ്രഹിക്കുക, എങ്കിലേ നമുക്ക് ചെറിയ കുന്നോളമെങ്കിലും ലഭിക്കുകയുള്ളൂ. നിങ്ങളെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയും നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തരുത്. അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനം നിറം മങ്ങിയ ഒരു കടലാസ് പൂവിൻ്റേത് മാത്രമാണ് എന്ന് അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. സ്വയം വിശ്വസിക്കുക, സ്വയം സ്നേഹിക്കുക, സ്വയം വിലമതിക്കുക എന്നതിനോളം സ്വാർത്ഥവും എന്നാൽ അത്രത്തോളം തന്നെ മൂല്യവത്തുമായ കാര്യം മറ്റൊന്നില്ല ജീവിതത്തിൽ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയത്തെ നിങ്ങൾക്ക് 3 വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. മാറി ചിന്തിക്കാം, അംഗീകരിക്കാം, വിട്ടുകളയാം. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുക. അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. സമയം വരും എന്ന് കാത്തിരിക്കരുത്. സമയം കടന്നുപോയല്ലോ എന്ന് വിട്ടുകളയുകയുമരുത്. ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും അവിടെ നിന്ന് തുടങ്ങുക. വിജയിക്കുവാൻ നിങ്ങൾക്ക് വേണ്ട പരിശ്രമവും ധൈര്യവുമാണ്. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. ചില സാഹചര്യങ്ങളെ തരണം ചെയ്യണമെങ്കിൽ ശാരീരിക ശക്തിയേക്കാൾ കൂടുതൽ മാനസിക ശക്തിയാണ് വേണ്ടത്. ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. മറ്റു പലർക്കും അത് തെറ്റായി തോന്നിയേക്കാം. അത് നമ്മുടെ കുറ്റമല്ല. നമുക്ക് ഉള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്ക് ഉള്ളതിനെക്കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സമാധാനമാണ്. നിങ്ങൾ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാം നേടിയിട്ടുള്ള ഒരാളേക്കാൾ ശക്തനാണ്.